അപ്പം എക്കണോമിക് റിഫോംസ് 1991, അപ്പം റിഫോംസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പരിഷ്കാരമായിരുന്നു 1991 ഇന്ത്യ ആസൂത്രണം ചെയ്തത്. അപ്പം ബോൾഡ് സെറ്റ് ഓഫ് റിഫോംസ് ആയിരുന്നു അണ്ടർ നരസിംഹറാവു ഗവൺമെൻറ്. അപ്പോൾ വൈ ഈ റിഫോംസ്, എന്തുകൊണ്ടായിരുന്നു ഈ റിഫോംസ് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചതും, എന്തുകൊണ്ടാണ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് റിഫോം, എന്തുകൊണ്ടായിരുന്നു എല്ലാവരും ഇത്രയും അടിപൊളി സെറ്റ് ഓഫ് റിഫോംസ് കൊണ്ടുവന്നത്? ബിക്കോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ആ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇന്ത്യ കുറേ എക്സ്പെൻഡിച്ചർ ചെയ്തിരുന്നു. റവന്യൂ വളരെ കുറവാണ് കിട്ടിയിരുന്നത്. അന്ന് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അധികമൊന്നും വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഈ ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടിന് പോലും നമുക്ക് തിരിച്ച് ഫോറിൻ കറൻസി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കറൻസി കൊടുക്കണ്ടേ, അതുപോലും നമ്മളെ കയ്യിലില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ കൺട്രിയിൽ നിന്ന് ഡെപ്റ്റ് എടുത്തിട്ടുണ്ടാവും, ബോറോ ചെയ്തിട്ടുണ്ടാവും മണി, അത് തിരിച്ചടയ്ക്കാൻ പോലുള്ള ഫോറിൻ കറൻസി ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? എക്സ്പോർട്ട് ചെയ്തിട്ട് രാജ്യത്തേക്ക് ഫോറിൻ കറൻസി വരുന്നത് തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയ്ക്കും അഡ്വേഴ്സ് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കറൻസി ക്രൈസിസ് എന്നാണ് വേണമെങ്കിൽ ഇതിനെ പറയാം. കറൻസി ഇല്ലാത്തൊരു ക്രൈസിസ്, ഫോറിൻ കറൻസി ഇല്ലാത്തൊരു ക്രൈസിസ്. പിന്നെ സ്വെല്ലിംഗ് പബ്ലിക് ഡെപ്റ്റ് ആയിരുന്നു, ഭയങ്കര പബ്ലിക് ഡെപ്റ്റ് ആയിരുന്നു. ലാർജ് ഗവൺമെൻറ് റവന്യൂ യൂസ്ഡ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ തന്നെ രാജ്യത്തിൻ്റെ റവന്യൂ മൊത്തം പോയിരുന്നു. വേറെ വലിയ വലിയ IMF ഒക്കെ ഉണ്ടാവുമല്ലോ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് ഗവൺമെൻറ്, റവന്യൂ കുറഞ്ഞതിൻ്റെ പേരിൽ ലോൺ എടുത്തിട്ടാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ പണ്ടത്തതും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലത്തെ മാത്രമാവില്ല ഗവൺമെൻറ്റിന് ഡെപ്റ്റ് ഉണ്ടാവുക. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലത്തെ ഡെപ്റ്റ് കൂടി, പലിശ കൂടി, അങ്ങനെ ആ ഇൻട്രസ്റ്റൊക്കെ അടച്ചടച്ചാണ് പോയിരുന്നത്. പിന്നെ സർജ് ഇൻ ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കുതിച്ച് ചാട്ടമായിരുന്നു. ഗൾഫ് വാർ 1990 സമയത്താണ് സിവിയർ സ്ട്രെയിൻ ഓൺ BOP. നമ്മൾ പലതരം ഓയിൽ, ക്രൂഡ് ഓയിൽ, അതല്ലാത്ത പാം ഓയിൽ, മറ്റുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര പ്രൈസ് കൂടി. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് കൊടുക്കാനുള്ള ഒരു ഫോറിൻ കറൻസി നമ്മളെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം ആ ഒരു ഓയിലിന് പ്രൈസും കൂടി കൂടിയാൽ സിവിയർ സ്ട്രെയിൻ ഓൺ BOP ആയിരുന്നു. അപ്പം BOP ക്രൈസിസ് ഒന്നും കൂടെ കൂടി. ഫോറിൻ കറൻസി ക്രൈസിസ് ഒന്നും കൂടെ കൂടി. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാലോ ടച്ച് ദ ലോവസ്റ്റ് പോയിന്റ്. അതന്നെ, റിസർവ് ഇല്ല. റിസർവ് എന്ന് പറഞ്ഞാൽ ശേഖരം. എന്തിൻ്റെ ശേഖരം? ഫോറിൻ കറൻസിൻ്റെ ശേഖരം ഇല്ല. അപ്പം റിസർവ് ഓഫ് ഓൺലി $1.2 ബില്യൺ മാത്രമേ നമ്മളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും $1.2 ബില്യൺ ഇല്ലേ, പിന്നെന്തുട്ടാ ലോവസ്റ്റ് പോയിന്റിൽ തട്ടിയെന്ന് പറയുന്നതെന്ന്. പക്ഷേ ബെയർലി സഫിഷ്യൻറ്റ് ഫോർ 2 വീക്സ് ഇമ്പോർട്ട്സ്. 2 വീക്കിൽ ഇമ്പോർട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഈ $1.2 ബില്യൺ തീരുത്ര. അപ്പോൾ അത്ര 2 വീക്കിനെ സ്പാനുള്ളൂ ആ ഒരു $1.2 ബില്യൺ എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും ലോവസ്റ്റുമാണ്. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ദിസ് വാസ് ദ മേജർ റീസൺ ഫോർ ദി എക്കണോമിക് റിഫോംസ്. അപ്പം ഈ ഇക്കണോമിക് പരമായിട്ടുള്ള ഈ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് കുറഞ്ഞു എന്നുള്ളതാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ 1991 ഈ എക്കണോമിക് റിഫോംസ് വന്നത് തന്നെ. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ മേജർ റീസൺ ഫോർ ദി എക്കണോമിക് റിഫോംസ്? ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് ആയതിൻ്റെ പേരിലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീഷൻ എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇനി ടൈറ്റനിങ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇമ്പോർട്ടിന് റെസ്ട്രിക്ഷൻസ് ടൈറ്റൻ ചെയ്തു. കാരണം തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ല അല്ലേ, അപ്പോൾ ടൈറ്റൻ ചെയ്യാല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഫോർ മസ്റ്റർ എന്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയോ? എസെൻഷ്യൽ ഇമ്പോർട്ട് മാത്രം ചെയ്തു. അപ്പം എസെൻഷ്യൽ ഇമ്പോർട്ടുകൾ മാത്രം ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, അതായത് ക്രൂഡ് ഓയിൽ, കെറോസിൻ, അങ്ങനെയുള്ള എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ലൈക്ക് മെഷീൻസും കാര്യങ്ങളൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം തിരിച്ചു കൊടുക്കാൻ ഫോറിൻ കറൻസി ഇല്ല. അപ്പം അത് ഡിക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. അപ്പം മെഷീൻസ് ഒന്നും ഇല്ലാണ്ടായപ്പോൾ, ക്യാപിറ്റൽ ഗുഡ്സ് ഇല്ലാണ്ടായപ്പോൾ, ഇൻ്റർമീഡിയറ്റ് ഗുഡ് ഇല്ലാണ്ടായപ്പോൾ ഡിക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടൊന്നും വരാണ്ടായി, അല്ലെങ്കിൽ ഔട്ട്പുട്ടൊന്നും ഇല്ലാതായി.
1991 റിഫോം വരാൻ കാരണമായിട്ടുള്ള ആറാമത്തെ കാരണമാണ് ഇന്ത്യ ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ ബോറോയിങ്സ്. ഇന്ത്യ IMF എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നൊക്കെ നല്ലോണം കടം വാങ്ങിച്ചിരുന്നു. ഇൻ ടേൺ പുട്ട് സ്ട്രിഞ്ചൻ കണ്ടീഷൻസ്. യെസ്. അപ്പം എന്താണ് IMF എന്ന് അറിയുമോ? IMF ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ദാറ്റ് പ്രൊവൈഡ് റിസോഴ്സസ് വെൻ എ കൺട്രി ഈസ് എക്സ്പീരിയൻസിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കൺട്രി ആണെങ്കിൽ ആ കൺട്രീനെ കുറച്ച് കണ്ടീഷൻസൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ ബോറോവർ അണ്ടർടേക്ക് എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ് പോളിസീസ് ടു അഡ്രസ് ദീസ് ഡിഫിക്കൽട്ടീസ്. IMF ഒക്കെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടൊക്കെ കടം കൊടുക്കുമ്പോൾ ആ രാജ്യത്തിലത്തെ കുറച്ച് പോളിസീസിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഇവർക്ക് IMFന് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ആ പോളിസീസ് നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഇവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് IMF ആ പൈസ കൊടുക്കുള്ളൂ. അപ്പം ഇനിയിപ്പോൾ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്കണോമിക് പോളിസീസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ നിയന്ത്രിക്കാൻ ഈ IMFന് പറ്റും. അപ്പോൾ IMF പറയും, നിങ്ങളെ ഇക്കണോമിക് പോളിസീസ് ഞങ്ങളെ എക്സ്പേർട്ടുകൾ എന്ത് പറയും, കുറച്ച് കണ്ടീഷൻസ് പറയും, അതുപോലെയൊക്കെ ചെയ്യാൻ തരണ്ടെങ്കിൽ ഞങ്ങൾ ബോറോയിങ്സ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇന്ത്യക്ക് പൈസ കിട്ടാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇന്ത്യ എന്തായാലും ആ ഒരു പോളിസിക്ക് ഓക്കെ പറയും. ഇന്ത്യ ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള പോളിസീസ് പറഞ്ഞോ, ഞങ്ങൾ രാജ്യം അത് അംഗീകരിച്ചോളാം എന്ന് പറയും. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് ഈ പൈസ തിരിച്ചു കിട്ടുള്ളൂ അല്ലേ. അപ്പം ഇൻ ടേംസ് ഓഫ് കറക്റ്റീവ് പോളിസി മെഷേഴ്സിൽ സ്ട്രിഞ്ചൻറ്റ് കണ്ടീഷൻസ് ഒക്കെ വെച്ചു, നല്ല ശക്തമായ കണ്ടീഷൻസ് വെച്ചു. സോ ബിഫോർ അഡീഷണൽ ഡ്രോയിങ്സ് മെയ്ഡ്. അപ്പം പുതിയ വായ്പ തരുന്നേക്കാളും മുമ്പേ തന്നെ എന്തായാലും ഈ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി തന്നെ IMF ഇറക്കി. അപ്പം ആകെ 1991 ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ത്യക്ക്. മൊത്തത്തിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഫ്രാഞ്ചൈൽ എന്ന് പറഞ്ഞാൽ ദുർബലമായ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ആയിരുന്നു, അലോങ് വിത്ത് എക്കണോമിക് ക്രൈസിസ്. ഉണ്ടോ, പൈസ തീരെ ഇല്ലാത്ത അലോങ് വിത്ത് എക്കണോമിക് ക്രൈസിസ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഇതിനെ തന്നെ ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയാം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടായിരുന്നില്ല ആർക്കും, പൊളിറ്റീഷ്യൻസിനും ഉണ്ടായിരുന്നില്ല, ബ്യൂറോക്രാറ്റ്സിനും ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം 1991 ഈ റിഫോം ബെസ്റ്റാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ റിഫോം ഇത്ര ബെസ്റ്റായി മാറിയത്? ഇന്ത്യൻ പോളിസി റിഫോംസ് പാരഡിഗമായി മാറിയതിൻ്റെ കാരണം എന്താണെന്ന് പറയുക, മാതൃകയായി മാറി ഈ 1991 എല്ലാവരും പറഞ്ഞെടുക്കുന്ന ഒരു റിഫോമാണ്. എപ്പോഴും 1991 കേട്ടാൽ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്നത് ഈ ഒരു റിഫോമാണ്, നരസിംഹറാവു കമ്മിറ്റീൻ്റെ കീഴിൽ വന്ന റിഫോം. ഞാനിങ്ങനെ നരസിംഹറാവു കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കും 1991 റിഫോം ആരാ ലെഡ് ചെയ്തിരുന്നത്, ആരണ്ടറിലായിരുന്നു എന്നൊക്കെ ചോദ്യം വരാം. അപ്പം ഇന്ത്യ സോഷ്യലിസ്റ്റ് മോഡലായിരുന്നു അല്ലേ ഫോളോ ചെയ്തിരുന്നത്. സ്റ്റേറ്റ് പ്ലേയിങ് ഓവർ റൈഡിങ് റോളായിരുന്നു, ഗവൺമെൻറ് ഇൻ്റർവീനിങ് ഇൻ മാർക്കറ്റ് ആയിരുന്നു അല്ലേ. എപ്പോഴും ഗവൺമെൻറ് മാർക്കറ്റിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ്ങും പിന്നെ ലാസ്റ്റത്തെ ടെറിഷറി സെക്ടറും ഒക്കെ ഗവൺമെൻറ് മാത്രം ആയിരുന്നു മോണോപ്പൊളി കളിച്ചിരുന്നത്. അപ്പം ഓവർ റൈഡിങ് റോളായിരുന്നു, അനാവശ്യമായിട്ടുള്ള ആവശ്യത്തിനേക്കാൾ കൂടുതൽ റോള് ഗവൺമെൻറ്റിനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു. അപ്പം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലേ, അപ്പോൾ സോഷ്യലിസത്തിൻ്റെ ഒരു കൺട്രി തന്നെ ആയിരുന്നു ഈ ഒരു മറ്റേ കാൾ മാർക്സിൻ്റെയും ലെനിനൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ. അപ്പോൾ അവരുടെയൊക്കെ ഇതായിരുന്നു. പക്ഷെ അത് കൊളാപ്സ് ആയി പോയി ആ സമയത്ത്. അപ്പം അതിൻ്റെ കൊളാപ്സും കൂടെ കണ്ടപ്പോൾ ഇന്ത്യക്ക് ആകെ പേടിയായി, സോഷ്യലിസം ആകെ നിലം പതിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അതിൻ്റെ ഒപ്പം തന്നെ സ്പെക്ടാക്കുലർ സക്സസ് ഓഫ് ചൈന അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് പോളിസീസ് കാരണം, ഇങ്ങനെ ഗ്ലോബലൈസേഷനും ഇങ്ങനെ പുറത്തുനിന്നുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നന്നായി നടന്നിരുന്ന കാരണം ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് ഓപ്പൺനെസ് ഉള്ള ട്രേഡ് ആയിരുന്നു ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇന്ത്യക്കൊരു പാഠം പഠിച്ചു. ഇന്ത്യ അതിൽ നിന്നൊക്കെ കുറേ പാഠങ്ങൾ പഠിച്ചു. പിന്നെ 1980s റിഫോമിൽ നിന്നും മൂപ്പരാൾ കുറേ പാഠങ്ങൾ പഠിച്ചു. സോ നെഹ്റു പാപ്പയുടെ മോഡലിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പം ഇതൊക്കെ വേർ ലെസൺസ് ടു ദ ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് ആൻഡ് റിഫോംസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1991 എയിംഡ് ആൻഡ് മൂവ് എക്കോണമി ടു ഗ്രേറ്റർ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആക്കി ആൻഡ് എക്സ്റ്റേണൽ ഓപ്പൺനെസ് കൊണ്ടുവന്നു. അപ്പോൾ ചൈന അങ്ങനെ അടിപൊളിയായി നിൽക്കണുണ്ട്, അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ആവാൻ ആഗ്രഹം. അപ്പം ഗ്രേറ്റർ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആക്കി എക്സ്റ്റേണൽ ഓപ്പൺനെസ് നല്ലോണം കൊണ്ടുവന്നു. പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനൊക്കെ കുറച്ചു. അതുകൊണ്ടാണ് 1991 അത്രയും നല്ലൊരു റിഫോമായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നത്. ഈ റിഫോം 3 രീതിയിലായിരുന്നു: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഫ്രീ ആക്കുക. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിനെയും കൂടെ ഇടപെടുത്തുക ആൻഡ് പബ്ലിക്കിനൊരു കോമ്പറ്റീഷൻ വരുത്തുക. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് കൊണ്ടുവരിക. ഇപ്പോൾ യൂട്യൂബൊക്കെ ഇന്ത്യയിൽ ഉണ്ടല്ലോ, പക്ഷേ ടിക്ടോക്കൊക്കെ ബാനാണല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഗ്ലോബലൈസേഷൻ സർവീസ് രീതിയിലും ഒക്കത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്ട്സ് മറ്റുള്ള രാജ്യത്ത് പോയിരിക്കുന്നതിൻ്റെ കാരണം, മറ്റുള്ള രാജ്യത്തെ പ്രൊഡക്റ്റ് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഗ്ലോബലൈസേഷനാണ്. അപ്പം അതായത് ബൈലാറ്ററൽ ട്രേഡ് ഉണ്ടാവില്ല, ട്രേഡ് ബിറ്റ്വീൻ ദ കൺട്രീസ്, അതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ നമ്മളെ സഹായിച്ചത്. അപ്പം ഈ 1991 റിഫോമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റീവ് ആയിരുന്നു. റീ ഓറിയൻറ്റേഷൻ ഓഫ് ദി എക്കോണമി ആയിരുന്നു. സെൻട്രലി ഡയറക്റ്റഡ് ഓർ ഹൈലി കൺട്രോൾഡ് എക്കോണമിയിൽ നിന്നും റീ ഓറിയൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുതുക്കി നമ്മൾ എക്കോണമീനെ ടു മാർക്കറ്റ് ഫ്രണ്ട്ലി ഓർ മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമി ആക്കി മാറ്റി. മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമി ആക്കി. കുറച്ചും കൂടെ ഫ്രണ്ട്ലി നോമാണ് കൊണ്ടുവന്നത്, അല്ലാണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ഹൈലി കൺട്രോൾഡ് മാറ്റിയിട്ട് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമിയായി മാറി. അതുപോലെ തന്നെ സെക്കൻഡാമത്തെ ഒബ്ജക്റ്റീവാണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ. അപ്പം ഇംബാലൻസ് ഇൻ ദ മാക്രോ എക്കണോമിക് വാരിയബിൾസ് കാരണമാണല്ലോ വളരെ സിവിയർ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നത്. അപ്പം നമുക്ക് റിഡക്ഷൻ ഇൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കടബാധ്യത ഭയങ്കര കൂടുതലായിരുന്നു. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ദ ഗവൺമെൻറ് റവന്യൂ. അപ്പം ആ ഒരു കേസൊക്കെ കുറയ്ക്കണം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിൻ്റെ മറ്റൊരു പേരാണ് റിഡക്ഷൻ ഇൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. അല്ല, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ദ റവന്യൂ അല്ലേ. എപ്പോഴാണോ ചിലവ് കൂടുന്നത് അപ്പോഴാണ് ഡെഫിസിറ്റ് സംഭവിക്കുക അല്ലേ. പക്ഷെ സർപ്ലസ് ആണല്ലേ ഡെഫിസിറ്റിൻ്റെ ഓപ്പോസിറ്റ്. അതിൻ്റെ അർത്ഥം റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അത് കുറയ്ക്കണം. ഇപ്പം ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ടാക്സും സബ്സിഡീനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഫിസ്ക്കൽ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് ആയിട്ട് കിട്ടിയ റവന്യൂ പോരാ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറായിട്ട് കൊടുത്ത സബ്സിഡി കൂടുതലാണെന്നൊക്കെ ഗവൺമെൻറ്റിന് തോന്നി തുടങ്ങിയ സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണം. മാക്രോ തലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പല വാരിയബിൾസ് ഉണ്ടല്ലോ, അതിലേക്കൊക്കെ നോക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പം ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് മാർക്കറ്റ് ഓറിയൻറ്റഡ് ഓപ്പൺനെസ് കൊണ്ടുവരണം, രണ്ടാമത് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, കൂടുതൽ എക്സ്പെൻഡിച്ചർ കൂടുതലായത്, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഡെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റണം. അതാണ് ഈ 1991 ഈ റിഫോമിൻ്റെ പ്രത്യേകത. പാരഡിഗം പോളിസി, അതായത് ഈ മാതൃകപരമായിട്ടുള്ള ഈ പോളിസി 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഉണ്ട് ഇതിൽ, ഒന്ന് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ഉണ്ട്. അപ്പം ഈ 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പ്രാവർത്തികമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 മെഷേഴ്സാണ് എടുത്തത്. ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, അത് ഷോർട്ട് ടേം മെഷേഴ്സാണ്. കണ്ടോ, സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ ഷോർട്ട് ടേം. ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പം രാജ്യത്തുള്ള എല്ലാ ഗുഡ്സിൻ്റെയും ഒന്ന് തൊട്ടാൽ ഭയങ്കര പ്രൈസായിട്ട് മാറി നിൽക്കുകയാണ്. പിന്നെ അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു പൈസ നമ്മളെ കയ്യിലില്ല. ഈ ഫോറിൻ റിസർവ് ഒക്കെ തീരെ ടച്ച് ദ ബോട്ടം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ ഒരു കേസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോബ്ലം ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസേഷൻ മെഷർ കൊണ്ടുവന്നത്. പിന്നെ സ്ട്രക്ചറൽ റിഫോം മെഷർ ഉണ്ട് എന്ന് വെച്ചാൽ അതൊരു ലോങ് ടേം മെഷറാണ്, സ്ട്രക്ചറൽ ആണല്ലോ. അപ്പോൾ അതൊരു ലോങ് ടേം മെഷറാണ്. അത് എയിംഡ് അറ്റ് ബ്രിങ്ങിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ആണ് ബൈ റിമൂവിങ് സ്ട്രക്ചറൽ റിജിഡിറ്റീസ് ഇൻ ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ള സ്ട്രക്ചറൽ റിജിഡിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റണം.
എന്നാൽ മാത്രമാണ് ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ഇൻഡസ്ട്രിയൽ സെക്ടർ അതിനൊക്കെ നല്ലോണം നല്ല രീതിക്ക് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഗ്ലോബലൈസേഷനൊക്കെ നടക്കുകയുള്ളൂ. സെക്ടേഴ്സിലൊക്കെ ഉള്ള റിജിഡിറ്റി അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ കുറയ്ക്കണം. അത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ലോങ് ടേം മെഷറാണത്. ഇപ്പോൾ സ്ട്രക്ചറൽ റിഫോം മെഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം എടുക്കും ആ ഒരു ഇതൊക്കെ മാറി വരാം, ടൈറ്റ്നെസ് ഒക്കെ മാറി വരാം, പ്രൈവറ്റൈസേഷനൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ റിഫോം മെഷർ. അതൊരു ലോങ് ടേം മെഷറാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ മെഷർ അതെന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് BOPനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏതൊക്കെ മെഷേഴ്സാണ്? സ്റ്റെബിലൈസേഷൻ മെഷറും സ്ട്രക്ചറൽ റിഫോം മെഷറും. അപ്പം അങ്ങനെയൊക്കെ രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഫിസ്ക്കൽ റിഫോം, പിന്നെ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ റിഫോം, അത് കഴിഞ്ഞാൽ ട്രേഡ് റിഫോം. അപ്പം അങ്ങനെ ഓരോന്നിലും കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മെഷേഴ്സായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എൻ്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്നോരോന്ന് ആ പേജ് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഫിസ്ക്കൽ റിഫോംസ്. അപ്പോൾ ഫിസ്ക്കൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യണമല്ലേ. അപ്പം CAD എന്ന് പറയും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? എന്താ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കൂടുന്ന ഒരവസ്ഥയാണ്. റവന്യൂവിനേക്കാളും എക്സ്പെൻഡിച്ചറാണ് കൂടുതലെങ്കിലാണ് അതിനെ ഡെഫിസിറ്റ് എന്ന് പറയാം. സർപ്ലസ് ആണ് ഡെഫിസിറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. സർപ്ലസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ആയിരിക്കും എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവുക, അപ്പോഴാണ് സർപ്ലസ് വരിക. ചുരുക്കി പറഞ്ഞാൽ ഇൻക്രീസിങ് റവന്യൂവും ഡിക്രീസിങ് എക്സ്പെൻഡിച്ചറാണ് ലക്ഷ്യം. അപ്പം ഇൻക്രീസിങ് റവന്യൂവിൻ്റെ മറ്റൊരു രീതിയിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഓഗുമെൻ്റ് റവന്യൂ എന്ന് വെച്ചാൽ ഇൻക്രീസ് റവന്യൂ തന്നെയാണ്. ഈ ഡിക്രീസ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതിന് പകരമായിട്ട് ടെക്സ്റ്റിൽ ഉപയോഗിച്ച ഒരു വൊക്കാബുലറിയാണ് കർട്ടെയിൽ എക്സ്പെൻഡിച്ചർ എന്ന്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മൊത്തമായിട്ട് കർട്ടെയിൽ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്തിട്ട് റവന്യൂ ഓഗ്മെൻറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അപ്പോൾ എന്തൊക്കെ മെഷറാണ്, എന്തൊക്കെ നയങ്ങളാണ് കൊണ്ടുവന്നത്, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പെൻഡിച്ചർ കൂടുതലായ അവസ്ഥയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്? The very first one is decreasing subsidies and abolition of unnecessary subsidies. അപ്പോൾ സബ്സിഡി കൊടുക്കുന്നത് ഒഴിവാക്കി. അപ്പോൾ റവന്യൂ നമുക്ക് കുറവെന്ന് പറഞ്ഞാൽ ടാക്സ് കുറവാണ് കിട്ടണതെന്ന് അർത്ഥം. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫിസ്ക്കലാണല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് കൂടി ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് വിചാരിക്കണേ. അപ്പം അബോളിഷൻ ഓഫ് അൺനെസസറി സബ്സിഡീസ് ഒക്കെ ഒഴിവാക്കി. പിന്നെ സ്റ്റേബിൾ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ടാക്സ് സ്ട്രക്ചറാക്കി. അതായത് ടാക്സ് റേറ്റ് ഒക്കെ ഉറപ്പിക്കുക. ഇന്ന ടാക്സ് റേറ്റാണ്, ചിലപ്പോൾ ഹൈ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുക, അതിനെ സ്റ്റേബിളാക്കി നിർത്തുക, ട്രാൻസ്പെറൻ്റ് ആക്കുക. ട്രാൻസ്പെറൻറ്റ് മീൻസ് എന്തിനാണ് ഇത്ര ടാക്സ് വാങ്ങണമെന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് പറയുക. പിന്നെ എൻഷുറിങ് ടാക്സ് കംപ്ലൈൻസ്, അതായത് ഇവർ കറക്റ്റായി അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പാലിക്കുന്നുണ്ടോ, ഇവർ ടാക്സ് ശരിക്കും അടയ്ക്കുന്നുണ്ടോ എല്ലാവരും എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ, ഇൻകം ടാക്സ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് എൻഷുർ ചെയ്യുക. എൻഷുറിങ് ടാക്സ് കംപ്ലൈൻസ്. പിന്നെ കർബിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മുഴുവനും തടയുക. പിന്നെ എൻകറേജിങ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, പ്രൈവറ്റ് സെക്ടറിനെ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, നിക്ഷേപം വിറ്റഴിക്കൽ ചെയ്തു. എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ഇക്വിറ്റി ഹോൾഡിങ്സ് ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണ ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി ഹോൾഡിങ്സ് ഒക്കെ പ്രൈവറ്റിന് കൊടുത്തു ഗവൺമെൻറ്. അപ്പോൾ പ്രൈവറ്റിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഇപ്പോൾ ഇൻഫ്ലേഷൻ ആണല്ലോ, അപ്പോൾ ആൾക്കാരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരും. ഗവൺമെൻറ് എന്തെങ്കിലും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് പൈസ കിട്ടും അല്ലേ. ഗവൺമെൻറ് കയ്യിൽ പൈസ വന്നാൽ ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടിയ പോലെയാണ്. അപ്പോൾ റവന്യൂ വെച്ചിട്ട് ഗവൺമെൻറ്റിന് ബോറോയിങ്സ് വാങ്ങിച്ചതൊക്കെ റീപേ ചെയ്യാൻ പറ്റും. അങ്ങനെ എൻകറേജിങ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ മണി ക്രിയേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂട്ടലാണ് ഇവിടുത്തെ ലക്ഷ്യം. ഗവൺമെൻറ് എൻറ്റേർഡ് ഇൻ ടു എ ഹിസ്റ്റോറിക് എഗ്രിമെൻറ്റ് വിത്ത് RBI ഇൻ സെപ്റ്റംബർ 1994. ടീച്ചറെ കുറേ സ്റ്റുഡൻസൊക്കെ സെപ്റ്റംബറിൽ എക്സാം എഴുതുന്നവരുണ്ട് അല്ലേ.
അപ്പോൾ സെപ്റ്റംബർ 1994 ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു ഗവൺമെൻറ് ആരുമായിട്ട്, RBIയുമായിട്ട്, ഫോർ ബ്രിങ്ങിങ് ഡൗൺ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ എക്സ്പെൻഡിച്ചർ കൂടുതലായുള്ള ഈ അവസ്ഥ ഉണ്ടല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു വിത്ത് RBI ആൻഡ് നിൽ ബൈ 1997 to 1998. അപ്പം 1997 ആകുമ്പോഴേക്കും ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഈ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടുള്ള ഈ അവസ്ഥ മാറ്റണം, അല്ലെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറ്റണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് സൈൻ ചെയ്തു RBIയുമായിട്ട്. ഇനി അടുത്തതാണ്, അപ്പോൾ അത്രേ ഉള്ളൂ ഫിസ്ക്കൽ റിഫോംസ്, ഫിസ്ക്കൽ ഇനീഷ്യേറ്റീവ്സ് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഫിസ്ക്കൽ പരിഷ്കാരങ്ങൾ അത്രേ ഉള്ളൂ. ഫിസ്ക്കൽ മീൻസ് ടാക്സും സബ്സിഡിയും വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഉണ്ട്. പിന്നെയാണ് ഇനി ഈ അടുത്ത ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടേക്കൊക്കെ ഒന്ന് ഗവൺമെൻറ് പോണത്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടറായിട്ടുള്ള അതെ ബാങ്കും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിലേക്കൊക്കെ പോണത് ഗവൺമെൻറ്. അപ്പം അവിടെ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം ഇൻട്രസ്റ്റ് റേറ്റിനെ ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ കൺട്രോൾസ്, ഫ്രീ ആക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഫ്രീ ആക്കുക. റിഡക്ഷൻ ഇൻ കൺട്രോൾസ് ഓൺ ബാങ്ക്സ് ബൈ ദി RBI. അപ്പോൾ RBI നല്ല രീതിയിൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്തിരുന്നു. നമ്മൾ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് 1969 4ഓളം ബാങ്കുകളെ ഗവൺമെൻറ് അന്ന് നാഷണലൈസ് ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അർത്ഥം RBIക്ക് കൺട്രോളൊക്കെ കൊടുത്തിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ RBI കൺട്രോൾ ചെയ്ത് ഇത്തിരി കൂടിയിരുന്നു ആ സമയത്ത്. അപ്പം ആ കൺട്രോളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ വരുത്തിയ കൺട്രോളൊക്കെ കുറച്ചു. റിഡക്ഷൻ ഇൻ ദ കൺട്രോൾസ് ഓൺ ദ ബാങ്ക്സ് ബൈ ദി RBI ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജബിൾ ഓൺ ലോൺസ്. അപ്പോൾ RBI പറയും ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പം ഇത്ര റേറ്റ് ചാർജ് ചെയ്യണം എന്നൊക്കെ കർശനമായിട്ട് പറയില്ലേ RBI. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ലോണിൻ്റെ ബോറോയിങ്സുമേൽ ചാർജ് ചെയ്യുന്നതും, പിന്നെ പേയബിൾ ഓൺ ഡെപ്പോസിറ്റ് സേവിങ്സുമേൽ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് കൊടുക്കുന്നതും, അതുപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് വാങ്ങുന്നതും ഉണ്ടാവുമല്ലോ ബോറോയിങ്സുമേൽ, ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു, അല്ലെങ്കിൽ ഒന്ന് റിഡക്ഷൻ ചെയ്തു ആ കൺട്രോൾസൊക്കെ. പിന്നെ ഓപ്പണിംഗ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് കൊണ്ടുവന്നു, ഫെസിലിറ്റേറ്റിംഗ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ. അപ്പം പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ വേഴ്സസ് ഫോറിൻ ബാങ്ക്സ്. അപ്പം ഫോറിൻ ബാങ്ക്സിനെ ഒക്കെ ഇടപെടുത്തി ഇപ്പോൾ കറൻ്റ്ലി എന്തൊക്കെ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ കോമ്പറ്റീഷനായി. ഇപ്പോൾ പബ്ലിക് ബാങ്ക്സിനെ മാത്രം ആശ്രയിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ബാങ്കിങ് ഒക്കെ ഏത് സെക്ടറാണ്? ടെറിഷറി സെക്ടറാണ് അല്ലേ. അപ്പോൾ ഈ ടെറിഷറി സെക്ടറിലും ബാങ്കുകളൊക്കെ പബ്ലിക്കായിരുന്നു, അതെല്ലാം മാറിയിട്ട് പ്രൈവറ്റായി, ഫോറിൻ ബാങ്ക്സ് വന്നു. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ പബ്ലിക്കിന് വന്നു. അപ്പം അതുപോലെ തന്നെ റിമൂവൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോൺസ്ട്രെയിൻസ് ദാറ്റ് റെഡ്യൂസ് എഫിഷ്യൻസി. അപ്പം എഫിഷ്യൻസിനെ തടഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് റിമൂവ് ചെയ്തു കളഞ്ഞു. ഈ നോക്കി നടപ്പ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, മേലെ നിന്ന് ഓർഡർ കിട്ടണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറേ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തു, ചിലതൊക്കെ റിമൂവ് ചെയ്തു. പബ്ലിക് സെക്ടർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ബാങ്കിലൊക്കെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അല്ലേ. പക്ഷേ പ്രൈവറ്റും കൂടെ വന്നോണ്ടൊരു ക്യൂ ഇല്ല, നല്ലോണം മാഡം എന്നും വിളിക്കും, സാറെന്നും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റും ചെയ്തിരുന്നു അല്ലേ, ട്രീറ്റും ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പബ്ലിക് സെക്ടർ ഒരു പാഠം പഠിച്ചത്. അതുപോലെ തന്നെ കോമ്പറ്റീഷനും സംഭവിച്ചു അവിടെ. പിന്നെ റിഡക്ഷൻ ഇൻ റിസർവ് റിക്വയർമെൻറ്റ്സ്. അപ്പം റിസർവുകൾ വെക്കും ബാങ്കിൽ, ഇന്ന റിസർവ് വെക്കണം എന്നൊരു നിയമമുണ്ട്. SLR CRR എന്നൊക്കെ പറയും. എന്തിനാണ് ബാങ്കിൽ റിസർവ് വെക്കുന്നത്? ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളൊക്കെ ബാങ്കിലിടുമ്പോൾ ചെക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പൈസ നമ്മൾ കൊടുക്കണമല്ലേ, ബാങ്ക് കൊടുക്കണമല്ലേ. അപ്പോൾ ആ പൈസ എവിടെ നിന്ന് ഉണ്ടാവുക? ഈ SLR നിക്ഷേപത്തിൽ നിന്നും CRR നിക്ഷേപത്തിൽ നിന്നൊക്കെയാണ് ആ പൈസ എടുക്കുക. അപ്പം വിഡ്രോവൽ ഡിമാൻഡ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ ഈ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ കരുതലൊക്കെ നമ്മൾ ഇടുന്നത്, റിസർവ്. ഓക്കെ. അപ്പം SLRൻ്റെ ഫുൾ ഫോം എന്താ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR ആണെങ്കിലോ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം SLR എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി 18% എല്ലാ ബാങ്കുകളും വെക്കണം. ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള ക്യാഷ്, ഗോൾഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയാലും വെച്ചാൽ മതി. അങ്ങനെ 18% എന്തായാലും ഒരു ബാങ്കിൽ ഉണ്ടായിരിക്കണം ബിഫോർ ഇറ്റ് ഗ്രാൻഡ് ക്രെഡിറ്റ്. അത് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ലോണ് കൊടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഈ 18% അവർ കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിയമമാണ്.
നിയമം ഓഫ് ദ RBI. ഇത് മണി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത് ശരിക്കും പഠിക്കേണ്ടി. ഇനിയിപ്പോൾ ആ ചാപ്റ്റർ പഠിക്കാത്തവർക്ക് ചിലപ്പോൾ എങ്ങനെ എക്സാമിന് SLRനെ പറ്റിയ ചോദിച്ചെങ്കിലോ. അപ്പോൾ എന്തായാലും വലിയ കാര്യങ്ങളൊന്നും വരില്ല, ഇത് തന്നെ വരുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ SLRൻ്റെ ഫുൾ ഫോം ഒക്കെ ആയിരിക്കും ചോദിക്കുക, അത്രയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, അത് തന്നെ ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം 100 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അങ്ങനത്തേത് ഒരിക്കലും അവർ പുറത്തുനിന്ന് ചോദിക്കില്ല. അപ്പോൾ ചില സ്റ്റുഡൻസിൻ്റെ വറിയാണ് പുറത്തുനിന്ന് ചോദിക്കുമോ ടീച്ചറേന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അതന്നെ ചോദിച്ചിട്ട് തീരണില്ല. ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ചോദിക്കാൻ, പിന്നെ അല്ലേ പുറത്തുനിന്ന്. എന്തായാലും ഈ ചാപ്റ്ററിൽ ടീച്ചർ ഈ ICAയുടെ മെറ്റീരിയൽ അല്ലാതെ 100 ക്വസ്റ്റ്യൻസ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണേ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. അത് ഈ രാജ്യത്ത് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ വരുമ്പോൾ അതിന് വേണ്ടി കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. മണി സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ, മണി സപ്ലൈ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ്. അപ്പം ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് പേഴ്സൻറ്റേജ് ആണ് ഓഫ് ബാങ്ക്സ് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് പേഴ്സൻറ്റേജ് ആണ്. ഇത് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ക്യാഷ് ആയിട്ട് കെപ്റ്റ് ചെയ്യണം. ആരുടെ അടുത്ത്? വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഉള്ളിലാണ് അത് കെപ്റ്റ് ചെയ്യുക ബൈ ഓൾ ദ പ്രൈവറ്റ് ബാങ്ക്സ്. അപ്പോൾ ആ ബാങ്ക്സ് അവരുടെ ഡെപ്പോസിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അവരുടെ ജനങ്ങൾ പബ്ലിക്കിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഈ നിശ്ചിത ശതമാനം, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൻറ്റേജ് ഉണ്ട്. ആ ഒരു പേഴ്സൻറ്റേജ് തന്നെ RBIയുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവർ കൊടുക്കണം. ബാങ്ക് ഒരിക്കലും പാപ്പരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ആക്ട് ആസ് എ സേഫ്റ്റി മെഷർ ടു എൻഷുർ ബാങ്ക്സ് ഡു നോട്ട് റൺ ഔട്ട് ഓഫ് മണി. റിഡക്ഷൻ ഇൻ റിസർവ് റിക്വയർമെൻറ്റ്സ് ആക്കി ഇൻ ലൈൻ വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് 1991. അപ്പം നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും അതിൻ്റെ ഒപ്പം എടുത്തിരുന്നു. അങ്ങനെ ഈ SLRും CRRും ഒക്കെ ഈ കരുതലൊക്കെ കുറച്ചു. ഭയങ്കര കൺട്രോളായിരുന്നില്ല RBI, അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കും, വലിയ കരുതലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചതായിരുന്നു. 4th പോയിന്റ് ഈസ് ലിബറലൈസേഷൻ. അപ്പം ലിബറലൈസ് ചെയ്തു എന്തിനെ? ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസീനെ. അതായത് ബ്രാഞ്ചുകൾ ഓരോന്ന് വരുമ്പോൾ, ഇപ്പം കനറ ബാങ്കിൻ്റെ ബ്രാഞ്ച് വരുമ്പോഴായാലും, കാത്തലിക് ബാങ്കിൻ്റെ ബ്രാഞ്ച് വരുമ്പോഴായാലും, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വരുമ്പോഴായാലും ഗ്രാൻഡിങ് ഫ്രീഡം ടു ബാങ്ക്സ് ആണിത്. ഇൻ റെസ്പെക്ട് ഓഫ് ഓപ്പണിംഗ്, റീലൊക്കേഷൻ, ക്ലോഷർ ഓഫ് ബാങ്ക്സിനൊക്കെ പുതിയ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ പുതിയ ഓപ്പണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, റീലൊക്കേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സൊക്കെ ലിബറലൈസ് ചെയ്തു, ഫ്രീ ആക്കി. ഒരൊറ്റ ലൈസൻസ് മതി എന്നുള്ള രീതിയിലൊക്കെ ആക്കി. പിന്നെ പ്രുഡൻഷ്യൽ നോംസ് ഓഫ് അക്കൗണ്ടിങ് കൊണ്ടുവന്നു. റെസ്പെക്ട് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം, പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ അതിലൊക്കെ നല്ലൊരു ക്ലാസിഫിക്കേഷൻ ഇൻ ലൈൻ വിത്ത് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ. അപ്പം അതും നരസിംഹം കമ്മിറ്റീൻ്റെ ആ ഒരു കാര്യങ്ങളും ആ ഒരു റൂൾ ചെയ്തിരുന്നത് നരസിംഹം കമ്മിറ്റി ആണല്ലോ. അപ്പോൾ ആ ഒരു അവർ പറയുന്നതും ഒക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിന് റെസ്പെക്റ്റ് കൊടുത്തിരുന്നു, ആ ഡിസിഷൻസും ചെയ്തിരുന്നു. ഇതൊക്കെ എന്തിനാ? ഈ അസറ്റിൻ്റെയും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് എന്നാണ് പറഞ്ഞത്. അസറ്റുകളൊക്കെ ആ കാലഘട്ടത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ, അങ്ങനെ. ഇപ്പോൾ ഈ അസറ്റുകൾ, ഫിക്സ്ഡ് അസറ്റിനൊക്കെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ പേര് മാറ്റിയില്ലേ. അപ്പം അതുപോലെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ക്ലാസിഫിക്കേഷനാണ്, കറൻറ്റും നോൺ കറൻറ്റും അങ്ങനെയൊക്കെ ആക്കിയതൊക്കെ ഈ ഒരു പ്രൂഡൻഷ്യൽ നോം ഓഫ് അക്കൗണ്ടിങ് കൊണ്ടുവന്നു ആ സമയത്ത്. പിന്നെ പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെപ്റ്റ് അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാ? ടു എൻഷുർ ബുക്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിഫ്ലക്റ്റ് ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഫിനാൻഷ്യൽ പൊസിഷൻ. ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഈ ബുക്സ് കറക്റ്റായിട്ടുള്ള ബുക്സ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള ഈ പാസോളി, ലൂക്ക പാസോളിയുടെ ഒക്കെ സഹായത്താലായിരിക്കും ഇങ്ങനെ നല്ല ക്ലാസിഫിക്കേഷനൊക്കെ നടത്തിയത്. ലൂക്ക പാസോളി ആരാന്നറിയില്ലേ? നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ടുവന്ന ആളാണ്. എൻ്റെ എക്സാമിന് ചോദിച്ചത് ലൂക്ക പാസോളിനെ പറ്റിയിട്ടായിരുന്നു അക്കൗണ്ട്സിൽ. അങ്ങനെയല്ല, ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ പേരൊക്കെ എഴുതിയോണ്ട് 1 മാർക്ക് കിട്ടിയിരുന്നു. പ്രുഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ കരുതലോടെയുള്ള അക്കൗണ്ടിങ്. പിന്നെ പ്രൊവിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ.
അപ്പം ഈ പരിഷ്കാരങ്ങളൊക്കെ ഈ 5 പരിഷ്കാരങ്ങളാണ് മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്നത്. ഇനി റിഫോംസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റിലും റിഫോം കൊണ്ടുവന്നിരുന്നു. സെബിനെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, BOA ആണ് കേട്ടോ, ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം ആ ബോർഡ് ഓഫ് ഇന്ത്യയിൽ സെറ്റപ്പ് ഇൻ 1988 സെറ്റപ്പ് ചെയ്തത് സെബി. അപ്പം സെബീനെ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുത്തത് എപ്പോഴാണെന്നറിയോ? 1992 ഈ 1991 റിഫോമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് 1992 സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ നമ്മുടെ സെബിക്ക് കൊടുത്തത്. ആൻഡ് മെയ്ഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഭരിക്കാൻ ഒറ്റൊരു റെഗുലേറ്ററേ ഉള്ളൂ, ശക്തമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേറ്റർ ആക്കിയിട്ട് സെബിനെ മാറ്റിയത് ആരാണ്? ഗവൺമെൻറ് ആ ഒരു പവർ കൊടുത്തു 1992. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുത്തു. സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റ് ഉണ്ടാവുമല്ലോ, പാർലമെൻറ്റിൻ്റെ ഈ രാജ്യസഭ, ലോക്സഭ അവിടെയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. മെയ്ഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും? സെബി ആക്ട് 1992 രീതിയിലാണ് അവിടെ പാസ്സായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം എൻ്റെ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കാണാത്തവർ എന്തായാലും കാണണം. അതിൽ പാർലമെൻറ്റ്, രാജ്യസഭ, ലോക്സഭ എന്നൊക്കെ പറ്റി, ലോ എങ്ങനെ വരുന്നു എന്നൊക്കെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് യു എ ലോട്ട്. ആൻഡ് ഇത് ടു ക്രിയേറ്റ് ട്രാൻസ്പാരൻറ്റ് എൻവയറമെൻറ്റ് ഉണ്ടാക്കാനാണ്. ഫെസിലിറ്റേറ്റ് മൊബിലൈസേഷൻ ഓഫ് ആഡക്വേറ്റ് റിസോഴ്സസ്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദെയർ എഫിഷ്യൻ്റ് അലോക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ട്രാൻസ്പെറൻറ്റ് എൻവയോൺമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മൊബിലൈസേഷൻ ഓഫ് ആഡിക്വേറ്റ് റിസോഴ്സസ്, മണീനെ മൊബിലൈസ് ചെയ്യാനും അതിനെ വേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ്. എഫിഷ്യൻ്റ് അലോക്കേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത ആൾക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു സെബിയിൽ. എന്നിട്ട് സെബിയിലല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അത് നല്ല രീതിയിൽ ആ ഒരു മണി ചാനലൈസ് ആവും. അതായത് ഇപ്പോൾ ഒരു ഷെയറിലേക്ക് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ആ ഷെയർ വാങ്ങിയിട്ട് ക്യാപിറ്റൽ ആയിട്ട് ഷെയർ കിട്ടിയല്ലോ ഒരു കമ്പനിക്ക്. അപ്പോൾ ആ കമ്പനി ഇനി നല്ല അടിപൊളി കമ്പനി ആയിക്കഴിഞ്ഞാൽ എഫിഷ്യൻ്റായിട്ട് ആ ഒരു മണി അലോക്കേഷൻ നടന്നല്ലോ. അപ്പോൾ ആരുടെ കീഴിലാണ് ആ അലോക്കേഷൻ നടന്നത്? സെബീൻ്റെ കീഴിലാണല്ലേ ആ അലോക്കേഷൻ നടന്നത്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മണി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്യാപിറ്റൽ കിട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ കമ്പനിക്ക് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി അത് ഒരാളെ നിന്നും കടം വാങ്ങിക്കാതെ കമ്പനിക്ക് സിമ്പിളായിട്ട് ക്യാപിറ്റൽ കിട്ടിയില്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴി. അപ്പോൾ അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ അലോക്കേഷൻ നടന്നു. അപ്പോൾ ഇതെൻ്റെ 98ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ വാസ് ഗ്രാൻഡഡ് ടു ഡാഷ് ടു ഫെസിലിറ്റേറ്റ് മൊബിലൈസേഷൻ ഓഫ് ആഡിക്വേറ്റ് റിസോഴ്സസ് ആൻഡ് ദെയർ എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പം ഏതാണ് ഡാഷ്? RBI ആണോ, BSE ആണോ, NSE ആണോ? BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. അതറിയില്ലേ? പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പം സെബി ആണ് ആൻസർ അല്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് കണ്ടോ? ആ ടെക്സ്റ്റിൻ്റെ ലൈൻ എടുത്തിട്ടാണ് ചോദിച്ചത്. ഇപ്പോൾ നരസിംഹറാവു കമ്മിറ്റീൻ്റെ കീഴിൽ വന്ന റിഫോം ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ 1992 കൊടുത്തതാണ്. ഇനി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നിരുന്നു. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ നയമാണ്. ഇപ്പോൾ വ്യവസായ നയം എന്ന് മലയാളത്തിൽ പറയും. അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ 24 ജൂലൈ 1991. അപ്പോൾ 1991 24 ജൂലൈയിലാണ് ഈ ഒരു പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ പോളിസി മെഷേഴ്സുമായിട്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട്. ടു ഡീറെഗുലേറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഭയങ്കര പിടുത്തമായിരുന്നല്ലോ, ഭയങ്കര റെഗുലേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. ആൻഡ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഗ്രേറ്റർ കോമ്പറ്റീറ്റീവ്നെസ് ടു ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് ഗ്രേറ്റർ കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഡീറെഗുലേറ്റ് ചെയ്തു. അപ്പം റെഗുലേഷൻസ് കുറേ കുറച്ചു. പിന്നെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കുറച്ചു. മാർക്കറ്റിന് കൂടുതൽ ഓപ്പൺനെസ് കൊടുത്തു. പിന്നെ ഈ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷനൊക്കെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ മെഷേഴ്സ് വന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ്
ന്യൂ എക്കണോമിക് പോളിസി, ഒരു പുതിയ സാമ്പത്തിക പോളിസി കൊണ്ടുവന്നു. ദാറ്റ് എൻഡ് ലൈസൻസ് രാജ്. അപ്പോൾ ലൈസൻസ് രാജ് എൻഡ് ചെയ്തു. 18% ഓഫ് ദ ഇൻഡസ്ട്രീസ് ടേക്കൺ ഔട്ട് ഓഫ് ലൈസൻസിങ് ഫ്രെയിം. അപ്പം ഇൻഡസ്ട്രീസിൽ തന്നെ 80% ലൈസൻസ് ഇല്ലാണ്ടാക്കി. അതായത് ഇത് തുടങ്ങണമെങ്കിൽ ഇന്ന ലൈസൻസ് വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. എക്സെപ്റ്റ് 18 ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും ലൈസൻസിങ് വേണ്ടാന്ന് വെച്ചു. അപ്പം ആ 18 ഇൻഡസ്ട്രീസ് പിന്നെ സബ്സീക്വൻ്റ്ലി റെഡ്യൂസ് ടു 5 ആക്കി മാറ്റി. അപ്പോൾ ആ 5 ഏതിലൊക്കെയാണെന്നറിയോ ലൈസൻസിങ് ഇപ്പോഴും വേണ്ടത്? ആംസ് ആൻഡ് എമ്മ്യൂണിഷൻ, ബുള്ളറ്റ്സും കാര്യങ്ങൾക്കൊക്കെ, അറ്റോമിക് സബ്സ്റ്റൻസസിനൊക്കെ, പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സിന്, പിന്നെ ഹസാർഡിയസ് കെമിക്കൽസിന്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഡ്രിങ്ക്സിനും സിഗരറ്റ്സിനൊക്കെയാണ് ഇപ്പോഴും. ഇതൊക്കെ ഹെൽത്തിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതിന് ഇപ്പോഴും ലൈസൻസിങ് വേണം. ബിക്കോസ് ദീസ് ഹാവ് സിവിയർ ഇംപ്ലിക്കേഷൻസ് ഓൺ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയറമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻവയോൺമെൻറ്റിനും അത് ബുദ്ധിമുട്ടാണ്, ഹെൽത്തിനും ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നതിന് മാത്രമാണ്, ഈ 5 കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും ലൈസൻസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഡസ്ട്രി, ഇങ്ങനത്തെ വ്യവസായം ചെയ്യുന്നവർ എന്തായാലും ലൈസൻസ് എടുത്തിരിക്കണം എന്നുള്ളതാക്കിയത്. ബാക്കിയുള്ള 80% ഓഫ് ദ വ്യവസായങ്ങൾക്ക് ലൈസൻസ് വേണ്ടാന്നാക്കി. പിന്നെ പബ്ലിക് സെക്ടറിന് ലിമിറ്റഡ് ടു 8 സെക്ടേഴ്സ് ആക്കി പബ്ലിക് സെക്ടറിനെ മാറ്റി. സബ്സീക്വൻ്റ്ലി അത് 2 ഐറ്റംസിൽ മാത്രമായി. സബ്സീക്വൻ്റ്ലി പിന്നെ 8 സെക്ടറിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ് 2 പബ്ലിക് സെക്ടറായി മാറി. റെയിൽവേ ട്രാൻസ്പോർട്ടിലും അറ്റോമിക് എനർജിയിലും മാത്രമാണ് പബ്ലിക് സെക്ടർ പിന്നീടായത്. ഇന്ത്യൻ റെയിൽവേ, പിന്നെ അറ്റോമിക് എനർജി. കൃത്യമായിട്ട് പബ്ലിക്കിൻ്റെ ആണെന്ന് പറയാൻ പറ്റുന്നത് ഈ റെയിൽവേ, ട്രാൻസ്പോർട്ടും അറ്റോമിക് എനർജിയാണ് പബ്ലിക് സെക്ടറാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുക. കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ SBI ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ അല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതുണ്ട്, അത് പബ്ലിക് സെക്ടറാണല്ലോ. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ തന്നെയാണ്. അപ്പം ഈ 4 എണ്ണം കറൻ്റ്ലി അതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അറ്റോമിക്കും പിന്നെ ഒന്ന് റെയിൽവേയും. അപ്പം ഇനി നെക്സ്റ്റാണ് MRTP ആക്ട് 1969. കുറേ നാളായില്ലേ MRTP ആക്ട് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ വ്യാപാരങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ അതിനൊന്ന് റീസ്ട്രക്ചേർഡ് ആക്കി. ഈ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മെർജർ, അമാൽഗമേഷൻ, ടേക്ക് ഓവർ, പിന്നെ അതൊക്കെ ഒന്ന് റീപീൽഡ് ചെയ്തു. അതൊക്കെ ഒന്ന് പുതുതാക്കി മാറ്റി എന്നാണ് അർത്ഥം. ദിസ് എലിമിനേറ്റ് അപ്രൂവൽ ഫോർ ലാർജ് കമ്പനീസ് ഫോർ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം ഈ ഒരു സ്റ്റെപ്പ് എലിമിനേറ്റ് ചെയ്തു. ഇങ്ങനെ ഈ ലാർജ് കമ്പനീസിന് അപ്രൂവലൊക്കെ എടുക്കണം, അത് അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുമ്പോഴും, അല്ലാന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ മീൻസ് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴും. പുതിയ പ്രൊഡക്റ്റുകൾ ഈ കൊണ്ടുവരില്ല, ഇപ്പോൾ ട്രക്കിൻ്റെ ഒപ്പം കാർ ആഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് കുറച്ച് അപ്രൂവൽ കിട്ടണം. അതൊന്നും ഇപ്പോൾ വേണ്ടാന്നുള്ളൊരു നയമാക്കി മാറ്റി. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന 93 ആമത്തെ ക്വസ്റ്റ്യനാണ്. വിച്ച് ആക്ട് വാസ് ഇനീഷ്യലി എയിംഡ് ഫോർ റെഗുലേഷൻ ഓഫ് ലാർജ് ഫേംസ് വിച്ച് ഹാഡ് റിലേറ്റീവ്ലി ലാർജ് മാർക്കറ്റ് പവർ. അപ്പം MRTP ആക്ട് 1969. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി 4th പോയിൻ്റാണ് ഡീ റിസർവ്ഡ്. അപ്പം 1919 വന്ന ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ 4ാമത്തെ പുതിയൊരു നയം എന്താണെന്നറിയോ? ഡീ റിസർവ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ട്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രം പ്രത്യേകമായിട്ട് കുറച്ച് പ്രൊഡക്ട്സുകൾ റിസർവ് ചെയ്യാൻ കൊടുത്തിരുന്നു. അതൊക്കെ റിസർവേഷൻ വേണ്ടാന്ന് വെച്ചു. എനാബിളിംഗ് എൻട്രി ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഈ പറഞ്ഞ ഈ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്മോൾ സ്കെയിലിന് മാത്രം കൊടുത്തിരുന്നു. അപ്പോൾ അതിപ്പോൾ ലാർജ് സ്കെയിലിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡീ റിസർവ് ചെയ്തു. ഈ റിസർവ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് റിസർവ് ചെയ്ത് വെച്ചിരുന്നത്. ഓൺലി ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ചെറുകിട വ്യാപാരികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം മാറ്റി ഡീ റിസർവ് ചെയ്തു.
അപ്പോൾ അത് ഇപ്പോൾ ചെയ്തത് 1991 ശേഷമാണ് ചെയ്തത്. ഇനി പബ്ലിക് സെക്ടർ മോണോപോളി ഉണ്ടായിരുന്നു, അതും എൻഡഡ് ചെയ്തു ടു എൻഷുവർ ലിബറൽ പാർട്ടിസിപ്പേഷൻ ബൈ ദ പ്രൈവറ്റ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8 ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. നൗ പബ്ലിക് സെക്ടർ അറ്റോമിക് എനർജിയും സം കോർ ആക്ടിവിറ്റീസ് ഇൻ റെയിൽവേസും മാത്രമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ പോയിന്റ് തന്നെയാണ്. 8 ഇൻഡസ്ട്രീസാണ് പബ്ലിക് സെക്ടർ ആയിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് പോയി 2 ഇൻഡസ്ട്രീസായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ലൈക്കൊക്കെ തരണേ, പിന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ മൈ ചാനൽ.